ഫോണില്ലാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലുമാകാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ കൈവിട്ട് മാറാത്ത ഈ ഉപകരണം കേവലം ഒരു ഫോണല്ല, മറിച്ച് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ താക്കോലും സ്വകാര്യ നിമിഷങ്ങളുടെ ശേഖരണശാലയുമാണ്. എന്നാൽ നാം വിശ്വസിച്ച് കൈവശം വയ്ക്കുന്ന ഈ സ്മാർട്ട് ഫോണുകൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ സൈബർ ക്രിമിനലുകളുടെ പ്രധാന ലക്ഷ്യമായി മാറിയിരിക്കുന്നു. സാധാരണ വൈറസുകളിൽ നിന്ന് വ്യത്യസ്തമായി ഡിലീറ്റ് ചെയ്താലും വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്ന അത്യന്തം അപകടകാരിയായ ഒരു പുതിയ മാൽവെയർ ആൻഡ്രോയിഡ് ഉപഭോക്താക്കളെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടങ്ങനെ പടരുകയാണ്. സോംബി വൈറസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വിപത്ത് നിങ്ങളുടെ ഫോണിലുണ്ടോ എന്ന് തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ്. സാധാരണയായി ഒരു ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്താൽ അതിൻ്റെ ശല്യം അവസാനിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ഈ പുതിയ മാൽവെയർ പ്രവർത്തിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ്. സിസ്റ്റത്തിൻ്റെ അത്യന്തം നിർണായകമായ പെർമിഷനുകൾ കൈക്കലാക്കുന്നതിലൂടെ ഇത് ഫോണിൻ്റെ വേരുകളിലേക്ക് പടരുന്നു. ഒരു തവണ ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ ഫോണിലെ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ ഫീച്ചറുകളെ പോലും തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ ഇവയ്ക്ക് സാധിക്കും. സിസ്റ്റം ആപ്പുകളുടെ പേരിനോട് സാമ്യമുള്ള സ്ക്രിപ്റ്റുകൾ ഉപയോഗിച്ച് സിസ്റ്റം ഫയലുകൾക്കിടയിൽ ഇവ ഒളിച്ചിരിക്കുന്നു. നിങ്ങൾ പ്രധാന ആപ്പ് നീക്കം ചെയ്താലും ഒളിച്ചിരിക്കുന്ന ഈ സ്ക്രിപ്റ്റുകൾ ഇൻ്റർനെറ്റിൽ നിന്ന് വീണ്ടും മാൽവെയറിനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിൽ ഫോൺ ഫാക്ടറി റീസെറ്റ് ചെയ്താൽ പോലും മാൽവെയറിൻ്റെ അംശങ്ങൾ അവശേഷിക്കുകയും ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭിക്കുന്ന മുറയ്ക്ക് ഇത് സജീവമാകുകയും ചെയ്യുന്നു എന്നതാണ് വിദഗ്ധരെ ആശങ്കയിലാഴ്ത്തുന്നത്. ഈ മാൽവെയറുകൾ നിങ്ങളുടെ ഫോണിലേക്ക് എത്തുന്നത് യാദൃച്ഛികമായല്ല. വളരെ ആസൂത്രിതമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്ത്രങ്ങളാണ് ഇതിനായി ഹാക്കർമാർ ഉപയോഗിക്കുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ പോലെയുള്ള ജില്ലകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തട്ടിപ്പുകൾ ഇതിന് ഉദാഹരണമാണ്. ട്രാഫിക് നിയമ ലംഘനത്തിനുള്ള പിഴ, അതായത് ഈ ചെല്ലാൻ അടയ്ക്കാനെന്ന വ്യാജേന നിങ്ങളുടെ ഫോണിലേക്ക് ഒരു SMS വരുന്നു. അതിലൊരു ലിങ്കും ഉണ്ടാകും. പിഴയടയ്ക്കാൻ വൈകിയാൽ വൈറസ് റദ്ദാകുമെന്നോ അല്ലെങ്കിൽ കോടതിയിൽ പോകേണ്ടി വരുമെന്നോ ഉള്ള ഭയപ്പെടുത്തുന്ന സന്ദേശമായിരിക്കും ഇതിനൊപ്പം ഉണ്ടാവുക. പരിഭ്രാന്തരാകുന്ന ഉപയോക്താവ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഒരു APK ഫയൽ ഫോണിലേക്ക് ഡൗൺലോഡ് ആകുന്നു. ഔദ്യോഗിക ആപ്പാണെന്ന് കരുതി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന നിമിഷം മുതൽ നിങ്ങളുടെ ഫോണിൻ്റെ പൂർണ്ണ നിയന്ത്രണം തട്ടിപ്പുകാരുടെ കൈകളിലാകുന്നു. സമാനമായ രീതിയിൽ വിവോ, iQube ഫോണുകളിൽ സിസ്റ്റം അപ്ഡേറ്റ് എന്ന വ്യാജേനയും ഇത്തരം സോഫ്റ്റ്വെയറുകൾ പ്രചരിക്കുന്നുണ്ട്. വൈറസ് ബാധിച്ച ഒരു ഫോൺ ചില ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കില്ല. നിങ്ങളുടെ ഫോൺ ഉപയോഗിക്കാത്ത സമയത്ത് പോലും അസാധാരണമായി ചൂടാകുന്നുണ്ടെങ്കിൽ അതൊരു മുന്നറിയിപ്പാണ്. മാൽവെയറുകൾ പശ്ചാത്തലത്തിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഡേറ്റ ചോർത്തുന്നതുമാണ് ഇതിൻ്റെ പ്രധാന കാരണം. അതുപോലെ ബാറ്ററി ചാർജ് പെട്ടെന്ന് തീരുക, ഇൻ്റർനെറ്റ് ഡേറ്റ അമിതമായി ചെലവാകുക എന്നിവയും ഗൗരവമായി കാണണം. നിങ്ങളുടെ അറിവില്ലാതെ ഫോണിൽ പോപ്പപ്പ് പരസ്യങ്ങൾ വരികയോ മുമ്പ് കണ്ടിട്ടില്ലാത്ത ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടതായി കാണുകയോ ചെയ്താൽ അത് മാൽവെയർ സാന്നിധ്യത്തിൻ്റെ വ്യക്തമായ അടയാളമാണ്. ചിലപ്പോൾ ഫോൺ അമിതമായി ഹാങ് ആകുന്നതോ സെറ്റിംഗ്സ് പോലെയുള്ള ആപ്പുകൾ തനിയെ ക്ലോസ് ആകുന്നതോ ചെയ്യുന്നതും ഇതിൻ്റെ ലക്ഷണമാകാം. ഇത്തരം ഭീഷണികളെ നേരിടാൻ സാങ്കേതിക വിദ്യയേക്കാൾ കൂടുതൽ നമ്മുടെ ജാഗ്രതയാണ് ആവശ്യം. ആദ്യമായി ചെയ്യേണ്ടത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മാത്രം ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുക എന്നതാണ്. വാട്സാപ്പിലൂടെയോ SMS-ലൂടെയോ വരുന്ന ലിങ്കുകളിൽ നിന്ന് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന രീതി പാടെ ഉപേക്ഷിക്കണം. നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സിൽ ഇൻസ്റ്റാൾ ഫ്രം അൺനോൺ സോഴ്സസ് എന്ന ഓപ്ഷൻ എപ്പോഴും ഓഫാണെന്ന് ഉറപ്പുവരുത്തുക. ഏതെങ്കിലും ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതെന്തിനൊക്കെ പെർമിഷൻ ചോദിക്കുന്നു എന്ന് ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന്, ഒരു കാൽക്കുലേറ്റർ ആപ്പിന് നിങ്ങളുടെ കോൺടാക്റ്റുകളോ SMS കാണാനുള്ള അനുവാദമോ ആവശ്യമില്ല. ഇത്തരം അനാവശ്യ പെർമിഷനുകൾ നൽകുന്നത് വൈറസുകൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ ഫോണിൽ ഇത്തരം വൈറസ് ഉണ്ടെന്ന് സംശയം തോന്നിയാൽ പരിഭ്രമിക്കാതെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ആദ്യം ഫോൺ ഇൻ്റർനെറ്റിൽ നിന്ന് വിച്ഛേദിക്കുക. ഇത് വൈറസിന് പുറത്തേക്ക് വിവരങ്ങൾ അയക്കുന്നത് തടയും. തുടർന്ന് ഫോൺ സേഫ് മോഡിൽ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. സേഫ് മോഡിൽ തേർഡ് പാർട്ടി ആപ്പുകൾ പ്രവർത്തിക്കില്ല എന്നതിനാൽ നിങ്ങൾക്ക് സംശയാസ്പദമായ ആപ്പുകൾ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ സാധിക്കും. അതുപോലെ സെറ്റിംഗ്സിൽ പോയി ഡിവൈസ് അഡ്മിൻ ആപ്സ് എന്ന ഭാഗം പരിശോധിക്കുക. അവിടെ ഏതെങ്കിലും അപരിചിതമായ ആപ്പിന് അഡ്മിൻ പദവി നൽകിയിട്ടുണ്ടെങ്കിൽ അതുടൻ റദ്ദാക്കുക. വിശ്വസനീയമായ ഒരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നതും നല്ലതാണ്. ഏറ്റവും അവസാന മാർഗമെന്ന നിലയിൽ ഫാക്ടറി റീസെറ്റ് ചെയ്യാം. എന്നാൽ റീസെറ്റ് ചെയ്യുമ്പോൾ ആപ്പുകളുടെ ബാക്കപ്പ് ഒഴിവാക്കി ഫയലുകൾ മാത്രം ബാക്കപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം റീസെറ്റിന് ശേഷം പഴയ വൈറസ് ആപ്പ് വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ വൈറസ് ബാധ വഴിയോ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തോ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം സംഭവിച്ചാൽ സമയം കളയരുത്. സൈബർ കുറ്റകൃത്യങ്ങളിൽ ആദ്യത്തെ 2 മണിക്കൂർ ഗോൾഡൻ അവർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ സമയത്തിനുള്ളിൽ പരാതി നൽകിയാൽ നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 ഉടൻ വിളിക്കുകയോ www
cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ പരാതി രജിസ്റ്റർ ചെയ്യുകയോ വേണം. ബാങ്ക് വിവരങ്ങൾ ചോർന്നുവെന്ന് തോന്നിയാൽ ഉടൻ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഡിജിറ്റൽ ലോകം നമുക്ക് നൽകുന്ന സൗകര്യങ്ങൾ പോലെ തന്നെ വലുതാണ് അവിടുത്തെ അപകടങ്ങളും. ഓരോ ക്ലിക്കിലും ജാഗ്രത പുലർത്തുക എന്നതാണ് ഏക പോംവഴി. ഔദ്യോഗിക സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വരുമ്പോൾ അവ സെറ്റിംഗ്സ് വഴി മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക. അറിവില്ലാത്ത സന്ദേശങ്ങളോടും ലിങ്കുകളോടും നോ പറയാൻ പഠിക്കുന്നത് നമ്മുടെ സ്വകാര്യതയെയും സമ്പാദ്യത്തെയും സംരക്ഷിക്കാൻ സഹായിക്കും. ഓർക്കുക, നിങ്ങളുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ നിങ്ങളുടെ ജീവിതകാലത്തെ സമ്പാദ്യം തന്നെ കവർന്നെടുക്കാൻ ഹാക്കർമാർക്ക് വഴിയൊരുക്കിയേക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.